സുഹൃത്തുക്കളെ, വില്ലേജ് ഫുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം തൈര് മുളകാണ്. അതായത് ഒറിജിനൽ തൈര് മുളക്, കൊണ്ടാട്ട മുളക്. നമ്മൾ സാധാരണ ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന മുളക് എന്ന് പറയുന്നത് ഉപ്പിട്ട് വരുന്ന മുളകാണ്. അത് ഈ തമിഴ്നാട് ഒട്ടൻചത്രത്തിൽ നിന്ന് ലോഡ് കണക്കിന് വരുന്ന മുളകാണ്. അതിൽ നല്ലോണം ഉപ്പുണ്ടാവും, അല്പം പുളി ഉണ്ടാവും. ഒരു യഥാർത്ഥ കൊണ്ടാട്ട മുളക് അഥവാ തൈര് മുളക് എന്നുള്ളത് പലർക്കും കിട്ടാറില്ല. അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് നമ്മുടെ ഒരു സുഹൃത്ത് പാലക്കാട് കൽപ്പാത്തി അഗ്രഹാരത്തിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണത്. അടിപൊളി സാധനമാണ്, കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പച്ചമുളകാണ്. നമ്മുടെ നാട്ടിലെ പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കാൻ നീളമുളക്. ഇത് പൊള്ളമുളക് എന്ന് പറയും. കൊണ്ടാട്ടം മുളകിന് ഉപയോഗിക്കേണ്ടുന്ന മുളക് ഇതാണ്. ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്ത മുളകാണ്. നമ്മൾ കത്തി കൊണ്ട് ഒരു അരഭാഗം മാത്രമേ കീറാവൂ. അരഭാഗം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കുരു പുറത്തു പോകാൻ പാടില്ല. എന്നാൽ ഈ തൈരും ഉപ്പുമൊക്കെ ഇതിനകത്ത് കീറും വേണം. അപ്പം അതുകൊണ്ടാണ് ചെറുതായിട്ട്. ഇതിപ്പോൾ ഞാനിപ്പോൾ കത്തി കൊണ്ടാണ് ചെയ്യണത്. വേണമെങ്കിൽ ബ്ലേഡ് കൊണ്ടും ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്, മുഴുവനായിട്ട് പൊളിക്കരുത്. ഒരു അരഭാഗമേ ചെയ്യാവൂ. അപ്പോൾ ഇത് 1 കിലോ കൊണ്ടാട്ടം മുളകാണ്. അതിലേക്ക് നമ്മൾ ഇത് തൈര് 1/2 ലിറ്റർ തൈരാണ്. ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നല്ല പുളിയുള്ള തൈര് 1/2 ലിറ്റർ. അത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു എന്ന് മാത്രം. അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോകണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1 കിലോ മുളകിന് 1/2 ലിറ്റർ തൈര്. നല്ല പുളിയുള്ള തൈരായിരിക്കണേ. അതിലേക്ക് നമ്മൾ ഉപ്പിടാൻ പോണ്. പൊടിയുപ്പൂട കല്ലുപ്പൂട. ഞാൻ പൊടിയുപ്പ് ഇടുന്നത് 4 ടീസ്പൂൺ, നിറ ടീസ്പൂൺ ഉപ്പ്. നിറച്ച് 4 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് വേണമല്ലോ കൊണ്ടാട്ടം മുളകിന്. ഇതേ 3, 4. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ ഇത് മൺകലത്തിലാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പാത്രത്തിൽ എടുക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് തനിമ എന്ന് പറയുന്നത് നമ്മുടെ മൺകലമാണ്. അപ്പോൾ മൺകലം ഉണ്ടെങ്കിൽ മൺകലം എടുക്കുക, ഇല്ലെങ്കിൽ സ്റ്റീൽ പാത്രം എടുക്കുക. പ്ലാസ്റ്റിക് പാത്രം പരമാവധി ഒഴിവാക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഉപ്പും തൈരും കൂടി മുളകിൽ മിക്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ തൈര് മുളക് ഉണ്ടാക്കാൻ 4 ദിവസം നമ്മൾ ക്ഷമിക്കണം. 5-ാം ദിവസം മൂലം നമുക്ക് വറക്കാം. അപ്പം 4 ദിവസം ക്ഷമിക്കാന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി, അതായത് 4 ദിവസം ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തൈര് മുളക് നമുക്ക് ഉണ്ടാക്കാം. ഇതാ സംഭവം എങ്ങനെയാണ്. നമ്മളിപ്പോൾ ഇത് ഞായറാഴ്ച ദിവസം രാത്രിയാണ് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ ഞായറാഴ്ച രാത്രി മുഴുവൻ ഈ തൈരിൽ ഈ മുളക് കിടന്നു. അത് നമ്മൾ തിങ്കളാഴ്ച കാലത്ത് ഒരു 10 മണിക്ക് ഇതിങ്ങനെ ഇട്ടു. തിങ്കളാഴ്ച കാലത്ത് ഇങ്ങനെ ഇട്ടു. അപ്പോൾ തിങ്കളാഴ്ച ഒരു ദിവസം കൊണ്ട് ഒരുമാതിരി ഒന്ന് വാടി കിട്ടും. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തിങ്കളാഴ്ച വൈകിട്ട് ഒരു 5 മണിയാകുമ്പോൾ വീണ്ടും ഈ സാധനം നമ്മൾ നേരത്തെ വെച്ച തൈരുണ്ടല്ലോ, അതിൽ തൈര് ബാക്കിയുണ്ടാവും, അതിലേക്ക് ഇത് ഇടുകയാണ്. അപ്പോൾ ഒന്ന് വാടിയ തൈര് മുളക് 2-ാം ദിവസം, അതായത് തിങ്കളാഴ്ച രാത്രി മുഴുവൻ നമ്മൾ ഈ തൈരിലിട്ട് വെച്ചു. ഇതിൽ ബാക്കി തൈരുണ്ടാവും, വേറെ ഒഴിക്കണമല്ല, അതിലിട്ട് വെച്ചു. അത് വീണ്ടും നമ്മൾ ചൊവ്വാഴ്ച കാലത്ത് ഉണക്കാൻ പറ്റും. ചൊവ്വാഴ്ച കാലത്ത് ഉണക്കാൻ വെച്ചു. അപ്പോൾ ഒന്നും കൂടെ വാടിക്കിട്ടും. അപ്പോൾ 2-ാം ദിവസം ചൊവ്വാഴ്ച വീണ്ടും നമ്മൾ ഒന്നും കൂടി വാടിക്കിട്ടുന്ന ഈ കൊണ്ടാട്ട മുളക് നമ്മുടെ ചട്ടിയിലെ തൈരിലേക്ക് വീണ്ടും ഇട്ടു. പിന്നെ നമ്മൾ 3-ാം ദിവസമാണ്. 3-ാം ദിവസം അതേപോലെ 2-ാം ദിവസം ഫുൾ തൈരിൽ കിടന്നിട്ട് 3-ാം ദിവസം ഉണങ്ങി കിട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഈ ഉണക്ക് കിട്ടും 3-ാം ദിവസം. പിന്നെ വീണ്ടും നമുക്ക് 4-ാം ദിവസം ഇടണം. അപ്പം 4-ാം ദിവസവും 3-ാം ദിവസം രാത്രി വീണ്ടും ഈ തൈരിലേക്ക് മുളകിടും. അപ്പോഴും തൈര് കുറച്ചുണ്ടാവും. അത് 4-ാം ദിവസവും എടുത്ത് വെയിലത്തിടുമ്പോൾ ഏകദേശം ഒരുമാതിരി ഉണങ്ങി കിട്ടും. പിന്നെ തൈര് ബാക്കി ഉണ്ടെങ്കിൽ വീണ്ടും ഒരു ദിവസം കൂടി ഇടാം, അല്ലെങ്കിൽ ഇടാതിരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും 4 ദിവസം, 4 രാത്രി 5 പകലും ഈ മുളക്
4 രാത്രി ചട്ടിയിലും 5 പകല് വെയിലെത്തും ഇരുന്നാൽ നല്ല അടിപൊളി കൊണ്ടാട്ടം മുളകാവും. ഒരല്പം ഉണക്ക് കുറവുണ്ടെങ്കിൽ തന്നെ നമുക്ക് സുഖമായിട്ട് വറുത്ത് ഉപയോഗിക്കാം. പിന്നെ നന്നായിട്ട് ഉണക്കിയാൽ ഒരു 6 മാസം 1 കൊല്ലമൊക്കെ കേടുകൂടാതിരിക്കുകയും ചെയ്യും. നല്ല വെയിലുണ്ടെങ്കിൽ 5-ാം ദിവസം അല്ലെങ്കിൽ 6-ാം ദിവസം നമുക്കിത് ഈ രീതിയിൽ നമ്മുടെ കൊണ്ടാട്ടം മുളക് തൈര് മുളക് ഉണങ്ങി കിട്ടും, നല്ല വെയിലുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പാത്രത്തിലോ അല്ലെങ്കിൽ പനമ്പിലോ അല്ലെങ്കിൽ ടെറസിനാകുമ്പോൾ അടിയിൽ നിന്ന് മുകളിൽ നിന്നും ചൂട് കിട്ടും. ടെറസിലാകുമ്പോൾ ഒരു പായ വിരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, മറ്റെന്തെങ്കിലും പാത്രങ്ങളുടെ അടപ്പോ അല്ലെങ്കിൽ പായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ടെറസിൻ്റെ മുകളിലോ മറ്റും വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. പിന്നെ അതിലൊരു ഭയങ്കര സംഭവമുണ്ട്. കാരണം നമ്മളിപ്പോൾ 5 ദിവസം ഇട്ട് വെച്ചാലും പിന്നെയും അതിൽ കുറച്ച് തൈര് ബാക്കിയുണ്ടാവും. അതിൽ ഉപ്പും തൈരും ഒക്കെ കൂടിയിട്ടുള്ളത് നല്ല കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ആ തൈര് വെറുതെ ഒഴിച്ച് കഴിക്കുക, കളയരുത് തൈര് കേട്ടാ. അപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മുടെ തൈര് മുളക് വറക്കേണ്ടത് വെളിച്ചെണ്ണയിലാണ്, വേറെ എണ്ണകളൊന്നും ഉപയോഗിക്കരുത്. വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കണം, നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കുക, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വില്ലേജ് ഫുഡ് സ്റ്റോറീസിൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ വരും ഒന്ന് അമർത്തി കൊടുത്തേക്കണം. നമ്മുടെ വില്ലേജ് ഫുഡ് സ്റ്റോറീസിൻ്റെ പുത്തൻ വീഡിയോസ് അപ്പോൾ നിങ്ങളെ തേടിയെത്തും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഈ കൊണ്ടാട്ടമുളക് അഥവാ ഈ തൈര് മുളക് ഇഷ്ടമായാൽ തീർച്ചയായും വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വില്ലേജ് ഫുഡ് സ്റ്റോറീസിൻ്റെ പുത്തൻ പാചകയാത്രയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.